വരെയുള്ള വാർത്തകൾ വേഗത്തിൽ നോക്കാം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷം. മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് UDF. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഉൾപ്പെടെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. അതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചേക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റലും അപകട ഭീഷണിയിൽ. സന്ദർശിച്ച ചാണ്ടി ഉമ്മൻ MLA. കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പരിശോധിക്കണം, പുതിയ ഹോസ്റ്റൽ കെട്ടിടം വേണം, ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത സർക്കാർ കാണിക്കണമെന്നും ചാണ്ടി ഉമ്മൻ. വൈദ്യുതിയില്ലാതെ ഇരുട്ടിലായപ്പോൾ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചത് മൊബൈൽ ടോർച്ച് വെളിച്ചത്തിൽ. ഇന്നലെ ആശുപത്രി ഇരുട്ടിലായത് 1 മണിക്കൂറിലേറെ. ദുരിതത്തിലായത് OPയിലെത്തിയ രോഗികൾ. ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചലിന്റെ കൊലപാതകത്തിന് പിന്നിൽ ദുരൂഹത. വീട്ടിലെ ഭിത്തിയിൽ ഏഞ്ചൽ എഴുതിയ വാചകത്തിൽ സംശയം. സാത്താൻ സേവ സംശയവും പരിശോധിക്കുന്നു. ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് തിരിച്ചു. യാത്ര ദുബായ് വഴി. 10 ദിവസം ഹൂസ്റ്റണിലെ മയോ ക്ലിനിക്കിൽ ചികിത്സ. യാത്ര പകരം ചുമതല ആർക്കും നൽകാതെ. മറ്റന്നാൾ പ്രതിഷ്ഠാ ചടങ്ങുകൾ തുടങ്ങാനിരിക്കെ എരുമേലി വാപുര ക്ഷേത്ര നിർമ്മാണം തടഞ്ഞ് ഹൈക്കോടതി. നിയമാനുസൃതമുള്ള അനുമതി തേടിയിട്ടില്ലെന്ന് എരുമേലി പഞ്ചായത്ത്. വാപുര ക്ഷേത്ര നിർമ്മാണം വാവരു പള്ളിക്ക് പകരമായി. ആവശ്യമായ സുരക്ഷ നൽകണമെന്ന് പോലീസിനോട് നിർദ്ദേശിച്ച ദേവസ്വം ബെഞ്ച്. വാപുര സങ്കല്പം ഉണ്ടെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. വാപുരനെ വാവരാക്കിയതാണെന്നും DHP ജനറൽ സെക്രട്ടറി അനിൽ വിളൈ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ K കരുണാകരൻ എന്ന ഒറ്റ ലീഡറേ ഉള്ളൂ എന്ന് രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ക്യാപ്റ്റൻ വിളി വിവാദത്തിനിടെ അഭിപ്രായ പ്രകടനം കരുണാകരന്റെ ജന്മവാർഷിക ദിനത്തിൽ. നിപ ജാഗ്രതയിൽ സംസ്ഥാനം. മലപ്പുറത്തെ 20 വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി. സമ്പർക്ക പട്ടികയിലാകെ 345 പേർ. പൂനെ വൈറോളജി ലാബിലെ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. കൊച്ചി തീരത്ത് തീപിടിച്ച സിംഗപ്പൂർ ചരക്ക് കപ്പൽ വാൻഹായിൽ വീണ്ടും തീ ആളിക്കത്തി. കപ്പലിനുള്ളിൽ സ്ഫോടന സാധ്യതയുള്ള അമോണിയം നൈട്രേറ്റ് ഉണ്ടെന്ന് സൂചന. തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. കണ്ടെയ്നറുകളിലുള്ളത് എന്തെന്ന് പൂർണ്ണമായി വെളിപ്പെടുത്താൻ ഇനിയും തയ്യാറാകാതെ കപ്പൽ കമ്പനി. തിരുവനന്തപുരത്ത് വിദേശ വനിതയുടെ ആഡംബര വീടും വസ്തുവും തട്ടിയെടുത്ത കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് സംശയം. വ്യാജരേഖകൾ നിർമ്മിച്ചവരെ കണ്ടെത്താൻ പരിശോധന. കൂടുതൽ പേർ പിടിയിലാകുമെന്ന് പോലീസ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശനാനുമതി വിവാദത്തിൽ ചിത്രം കണ്ട ഹൈക്കോടതി ജഡ്ജി. എറണാകുളം പടമുകളിലുള്ള കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിലെത്തി സിനിമ കണ്ട ജഡ്ജി N നഗരേഷ് പേര് വിവാദം നേരിട്ട് പരിശോധിച്ചു. അടുത്ത ബുധനാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. ജാനകി എന്ന പേര് മാറ്റാത്തതിനെ തുടർന്ന് സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിയെ ചോദ്യം ചെയ്താണ് നിർമ്മാതാക്കളുടെ ഹർജി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർജന്റീനയിൽ. ബ്യൂണസ് അയേഴ്സിൽ പ്രധാനമന്ത്രിക്ക് ഗംഭീര വരവേൽപ്പ്. അർജന്റീന പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധം, കൃഷി ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ചർച്ചയാകും. മോദി അർജന്റീനയിലെത്തുന്നത് 7 വർഷങ്ങൾക്ക് ശേഷം. BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതാ നേതാവിനെ പരിഗണിക്കുന്നു. പ്രഥമ പരിഗണന ധനമന്ത്രി നിർമ്മല സീതാരാമന്. പുരന്തേശ്വരി, വനതി ശ്രീനിവാസൻ എന്നിവരും പരിഗണനയിൽ. JP നഡ്ഡയെയും ജനറൽ സെക്രട്ടറി BL സന്തോഷിനെയും കണ്ട് നിർമ്മല. മൂന്നാർ മാട്ടുപ്പെട്ടി ടൗണിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച കാട്ടാന പടയപ്പ. ടൗണിലേക്ക് ആന എത്തിയത് ഇന്നലെ രാത്രി. ആളുകൾ ബഹളം വെച്ചതോടെ ആന കാട് കയറി. പാലക്കാട് പുതുപ്പെരിയാരത്തും കാട്ടാന. പുളിയംപുള്ളി സ്വദേശി ലിബിന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. പടക്കം പൊട്ടിച്ച് തുരത്താൻ ശ്രമം. കണ്ണൂർ കുഞ്ഞുമംഗലത്ത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി വീട്ടമ്മ മരിച്ചു. കുഞ്ഞുമംഗലം വണ്ണച്ചാലിൽ സ്വദേശി കമലാക്ഷിയാണ് മരിച്ചത്. വീട്ടിൽ നിന്നും പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോഴായിരുന്നു സംഭവം. ശ്വാസമുട്ടലും അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉടൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ജൂലൈ 8-ന് പണിമുടക്കും. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം. ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നും സംയുക്ത സമരസമിതി വ്യക്തമാക്കി. ഗവർണറുടെ അധികാരം സംബന്ധിച്ച പാഠഭാഗത്തിന് കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകിയത് ഏകകണ്ഠമായി എന്ന മന്ത്രി വി ശിവൻകുട്ടി. കരിക്കുലം കമ്മിറ്റിയിൽ രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരുമുണ്ടെന്നും ശിവൻകുട്ടി.
സ്കൂളുകളിലെ സുംബ പരിശീലനത്തിലും സമയമാറ്റത്തിലും അധ്യാപക സംഘടനകൾ ചില അഭിപ്രായങ്ങൾ അറിയിച്ചുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എല്ലാ കാര്യവും നേരത്തെ ഏകകണ്ഠമായി തീരുമാനിച്ചതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സ്കൂൾ സമയമാറ്റം പിൻവലിക്കുന്നത് ആലോചനയിലില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അധ്യാപക സംഘടനാ യോഗത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് അറിയിച്ചത്. കോടതി നിർദ്ദേശപ്രകാരമാണ് തീരുമാനം നടപ്പാക്കിയതെന്നും മന്ത്രി.